ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളിപ്പ് ആചാരത്തിന്റെ ഭാഗമല്ല എന്ന് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്ര മേൽശാന്തി പ്രദീപ് പെരുമ്പള്ളിയിലം. ഒരു പുസ്തകത്തിലും ആന എഴുന്നള്ളിപ്പിനെ കുറിച്ച് പറയുന്നില്ല. ആളപായം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ആനയ്ക്ക് പകരം തേരുൾപ്പെടെയുള്ളവ മറ്റു മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. സർക്കാരും കോടതിയും ഇടപെട്ട് ഇതിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും പ്രദീപ് പറഞ്ഞു. ആന ആചരണത്തിന്റെ ഭാഗമാണോ? അതല്ല, ഏത് പുസ്തകത്തിലാണ് അത് പറഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഇപ്പം ആന ഒത്തിരിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ രഥാക്കിയിട്ടുണ്ട്, തേരാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശരിക്കും നടപ്പിൽ വരുത്തിക്കൂടെ? ഈ ആന ഒരു വന്യജീവിയാണ്, കാട്ടുജീവിയാണ്. ഇത് ഇപ്പോൾ ഇടയിൻ്റെ മുകളിൽ കയറി ഇടഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ തന്നെ പിടിക്കാനുള്ളൂ, വേറൊരു സാധനം നമുക്ക് പിടിക്കാനില്ല. അപ്പം ഞാനൊക്കെ പറഞ്ഞപ്പോൾ ആനപ്പുറത്ത് തീങ്ങി മുഖാമുഖം കണ്ട് ഉരുണ്ട് പോയതുകൊണ്ട് മറ്റേ ആനയെ ചാടി ഉരുണ്ട് മാറിയതുകൊണ്ട് മറ്റേ ആനയുടെ ചവിട്ട് കൊള്ളാതെ രക്ഷപ്പെട്ടു എന്നാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നടക്കാനും പറ്റുന്നില്ല, മൈൻഡും ശരിയാവുന്നില്ല, ഭക്ഷണവും കഴിക്കാനാവുന്നില്ല. വളരെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഇതിനൊക്കെ ശരിക്കും പറയാന്ന് വെച്ചാൽ സർക്കാരും കോടതിയൊക്കെ ഇടപെട്ട് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഒരു വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം. കൊയിലാണ്ടിയിലെ ഇടഞ്ഞ ആനയുടെ പുറത്തുനിന്ന് വീണ് പ്രദീപ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അതിനിടെ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ വീടുകൾ മന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് സന്ദർശിക്കും. വിവരങ്ങളുമായി രമ്യ ദാസാണ് ചേരുന്നത്. രമ്യ, ക്ഷേത്രത്തിലെ ആ ഒരു മേൽശാന്തി തന്നെയാണ് പറയുന്നത്, തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആന എഴുന്നള്ളിപ്പിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അവസാനം കാണണം, അതിന് മറ്റു മാർഗങ്ങൾ തേടണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? സ്വാതി, ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ആനയടഞ്ഞ് ഇത്തരത്തിൽ 3 പേർ മരിക്കുകയും 17ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത്. ഇതിനുശേഷമാണ് ഇങ്ങനൊരു പ്രതികരണവുമായി മേൽശാന്തിയായ പ്രദീപ് രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് മണക്കുളങ്ങര ക്ഷേത്രം പോലെ വളരെ സ്ഥലപരിമിതിയുള്ള ക്ഷേത്രങ്ങളിൽ ആന ഉൾപ്പെടെയുള്ളവയെ എഴുന്നള്ളിക്കുന്നതിൽ നിന്നും മാറി ചിന്തിക്കണം. അതായത് ആന ആചാരത്തിന്റെ ഭാഗമാണോ, ആനയ്ക്ക് പകരമായി തേര്, അതായത് ഇത്തരം സ്ഥലപരിമിതിയുള്ള ക്ഷേത്രങ്ങളിൽ തന്നെ തേര് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്ഷേത്ര കമ്മിറ്റിയും അതുപോലെ തന്നെ ഭക്തരും ചിന്തിക്കണം. ഇത്തരം അപകടങ്ങൾ വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇദ്ദേഹം ഈ ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് ഏത് പുസ്തകത്തിലാണ് ആന ആചാരത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നത്? എഴുന്നള്ളിപ്പിനായി ആന തന്നെ വേണമെന്ന് ഇത്തരത്തിൽ നിബന്ധന വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരങ്ങൾ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി തേരുൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൂടെ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു അപകടത്തിലും ഇദ്ദേഹത്തിനും ആനപ്പുറത്തുനിന്നും വീണ് പരിക്കേറ്റിരുന്നു. അതായത് ആനയുടെ പുറത്തുനിന്നും വീണ് താൻ ഉരുണ്ട് മാറിയത് കൊണ്ടാണ് ഇത്തരത്തിൽ താൻ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് മേൽശാന്തി പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ആന, അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ 3 പേരാണ് ഇവിടെ മരിച്ചിട്ടുള്ളത്. ഈ വീടുകൾ ഇന്ന് മന്ത്രി AK ശശീന്ദ്രൻ സന്ദർശിക്കുന്നുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം നാട്ടാന പരിപാലന ചട്ടവുമായി ബന്ധപ്പെട്ടും യോഗം ചേർന്നിരുന്നു. ADM-ന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലും 14 ദിവസത്തേക്ക്, അതായത് ഈ മാസം 21 വരെ എഴുന്നള്ളത്തുകൾ ഉൾപ്പെടെ ആനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള എഴുന്നള്ളത്തുകൾ അതുപോലെ ചടങ്ങുകൾ എല്ലാം നിർത്തിവെക്കാനാണ് ADM-ന്റെ നേതൃത്വത്തിലുള്ള യോഗവും തീരുമാനിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഈ ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുനർവിചിന്തനം ചെയ്യണം എന്ന് തന്നെയാണ് മേൽശാന്തി പറയുന്നത്. ആന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എഴുന്നള്ളിച്ചുകൊണ്ട് സ്ഥലപരിമിതി, ഇപ്പോൾ മണക്കുളങ്ങര ക്ഷേത്രം അദ്ദേഹം പറയുന്നുണ്ട് സ്ഥലപരിമിതിയുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ ഈ 2 ആനകളെ നിർത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഇതിനു മുൻപും ഈ ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ആളപായം ഉണ്ടായില്ല. പക്ഷേ എല്ലാ സാഹചര്യങ്ങളും ഇതുപോലെയല്ല. അപ്പോൾ ഇത്തരത്തിൽ ക്ഷേത്ര കമ്മിറ്റി അതുപോലെ തന്നെ ഭാരവാഹികളും എല്ലാം ഇക്കാര്യത്തെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തണം. ആന ഉൾപ്പെടെ നിർബന്ധമുണ്ടോ, ഇത് ഏത് പുസ്തകത്തിലാണ് പറയുന്നത്, ഇല്ലെങ്കിൽ മറ്റുള്ള സോഴ്സുകൾ, അതായത് തേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിൽ സർക്കാരും അതുപോലെ തന്നെ ഇടപെടണം, സർക്കാരും കോടതിയും ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് തന്നെയാണ് പ്രദീപ് പറഞ്ഞു നിർത്തുന്നത്. സ്വാതി. ശരി രമ്യ.